അപ്പൊ സാധാ ഓടൊക്കെ ആണെങ്കിൽ കുതിർന്നാല് പൊട്ടാനുള്ള സാധ്യത ഉള്ളു. പിന്നെ കുതിരിന് പ്രശ്നം വരുന്നില്ല, വെള്ളമൊന്നും കുടിക്കില്ല. ഈ ബലം നല്ല ബലമാണ്, നമ്മൾ മുകളിൽ കയറിയാലൊന്നും വിഷയമില്ല. ഹായ് സാർ, നമസ്കാരം. നമസ്കാരം. ഫസ്റ്റ് തന്നെ സാറിനെ പറ്റിയിട്ടൊന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഞാന് അമ്പലത്തിലെ ജോലിക്കാരനാണ്, ശാന്തിക്കാരനാണ്. പേര് വെങ്കിട്ടാണ്. ഇപ്പൊ ഞാൻ ദേവസ്വം അമ്പലത്തിലെ ശാന്തിയാണ്, കൊച്ചിൻ ദേവസ്വം പോലെ. ഈ നമ്മുടെ നാനോ സെറാമിക് റൂഫിംഗ് ടൈൽസ് തന്നെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? എന്റെ ഗുണങ്ങളെ ഞാൻ കണ്ടതിന് ശേഷമാണ്. എന്നുവെച്ചാൽ വെള്ളം നിൽക്കില്ല, ഒച്ച കേൾക്കില്ല. ഈ ബലം നല്ല ബലമാണ്. നമ്മളിപ്പോ സാധാരണ ഓടൊക്കെ ഇടാണെങ്കിൽ ഒരു ഓട് പൊളിച്ചാൽ അധികം കയറാം. ഇതിപ്പോ സ്ക്രൂ ഒക്കെ ചെയ്തിട്ടാകുമ്പോ അതിന് ഇതുണ്ടല്ലോ. ഇതിപ്പം ഓർഡർ ചെയ്യുമ്പോൾ വെയിറ്റ് ഭയങ്കര കുറവാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് ഇത് ഇളകി വീഴുമോ എന്താ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവര് കാട്ടിയില്ലോ. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നോക്കുകയും ചെയ്തു. മുകളിൽ കയറിയാലൊന്നും വിഷയമില്ല. അപ്പൊ സാധാ ഓടൊക്കെ ആണെങ്കിൽ കുതിർന്നാല് പൊട്ടാനുള്ള സാധ്യത ഉള്ളു. പിന്നെ കുതിരിന് പ്രശ്നം വരുന്നില്ല, വെള്ളമൊന്നും കുടിക്കില്ല. നമ്മുടെ ഈ റൂഫിംഗ് ടൈൽസിന്റെ ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഫീച്ചർ എന്ന് പറഞ്ഞാല് നമുക്ക് ഉറപ്പം മീൻ കാറ്റൊന്നും അടിച്ച് നമുക്ക് വിഷയമാവില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ മൂലക്കൂട് അത്യാവശ്യം പൊട്ടുമില്ലല്ലോ, അതാണ് പ്രധാന വിഷയം. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മള് കണ്ടേരം കൊണ്ടും ഇപ്പൊ ഉള്ളിൽ നിൽക്കുന്നതിലും വിഷയമില്ല. നമുക്ക് ഈ പുറമെ കയറി കഴിഞ്ഞാൽ ഒരു കൂളന്തരീക്ഷല്ലേ. എന്തായാലും ഇത്രയും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ താങ്ക് യു സോ മച്ച് സാർ.